നമുക്ക് ATM കാർഡ് വഴി അനായാസമായിട്ട് SBI യോനോ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം അവിടെ SBI യോനോ എന്ന് എൻ്റർ ചെയ്ത് SBIയുടെ യോനോ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പം ഇവിടെ രജിസ്റ്റർ വിത്ത് മൈ ATM കാർഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളോട് നിങ്ങളുടെ CIF നമ്പറും അക്കൗണ്ട് നമ്പറും എൻ്റർ ചെയ്യാൻ പറയും. ഈ CIF നമ്പർ എന്ന് പറയുന്നത് ഒരു യുണീക്ക് നമ്പർ ആണ്. അത് 11 ഡിജിറ്റ് യുണീക്ക് നമ്പർ. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പാസ്ബുക്കിൽ ലഭിക്കും, അല്ലെങ്കിൽ ചെക്ക് ബുക്കിൽ ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം അക്കൗണ്ട് നമ്പറും ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മൊബൈലിലേക്ക്, നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളോട് നിങ്ങളുടെ ATM കാർഡ് നമ്പർ, അതായത് നിങ്ങളുടെ ATM കാർഡിന്റെ മുകളിലായിട്ട് കാണുന്ന ആ വലിയ അക്കത്തിലുള്ള കുറെ അക്കത്തിലുള്ള ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ 4 അക്കമുള്ള ATM സെക്യൂർ ആയിട്ടുള്ള നിങ്ങളുടെ ATM പിൻ ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും CIF നമ്പറും ബ്രാഞ്ച് മൊബൈല് എല്ലാം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതൊന്ന് ചെക്ക് ചെയ്യുന്നതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളോടൊരു ടെമ്പററി ആയിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഇത് ലോഗിൻ പാസ്വേഡ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം ഓർമ്മയിലുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഒറിജിനൽ ലോഗിൻ പാസ്വേഡും യൂസർ നെയിമും ഇപ്പോഴല്ല, ഇത് ഈ വീഡിയോയുടെ അവസാനമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടെമ്പററി ആയിട്ടൊന്ന് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പം ഒരു വലിയ അക്ഷരവും ഒരു ചെറിയ അക്ഷരവും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു ഏതെങ്കിലും ഡിജിറ്റും ഉണ്ടായിരിക്കണം. മിനിമം 8 തൊട്ട് 16 വരെ ഇതിന്റെ ലെങ്തും ഉണ്ടായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡിന്. അപ്പൊ ആദ്യമേ മുകളിൽ ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേ സെയിം പാസ്വേഡ് താഴെയും കൂടെ എൻ്റർ ചെയ്ത് താഴെ സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ടെമ്പററി ID-യും പാസ്വേഡും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു യൂസർ ID അല്ലെങ്കിൽ ഒരു ചെറിയൊരു യൂസർ ID നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ യൂസർ ID ഈ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത് വരുന്ന ഈ പേജിൽ യൂസർ നെയിമിന്റെ അടുത്ത് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്ന ആ യൂസർ ID എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ടെമ്പററി ആയിട്ട് കുറച്ചു മുമ്പ് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് താഴെ എൻ്റർ പാസ്വേഡ് എന്ന സ്ഥലത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ റെഫറൽ കോഡ് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളോട് പറയുന്നുണ്ട് ഒരു പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ ഒറിജിനൽ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സെക്യൂർ ആയിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പം ഒരു വലിയ അക്ഷരം ഉണ്ടായിരിക്കണം, ഒരു ചെറിയ അക്ഷരം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, #, അങ്ങനെയുള്ളത്. അതിനൊപ്പം ഒരു ഡിജിറ്റ് ഏതെങ്കിലും ഉണ്ടായിരിക്കണം. അത് മിനിമം 8 മുതൽ 16 അക്കം വരെ ഉണ്ടായിരിക്കണം പാസ്വേഡിന്റെ ലെങ്ത്. അപ്പം ഈ സെറ്റ് യുവർ പാസ്വേഡ് എന്നെടുത്ത് ആ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേ പാസ്വേഡ് താഴെ എൻ്റർ ചെയ്തതിനു ശേഷം കൺഫേം എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ പാസ്വേഡും യൂസർ നെയിമും വളരെ സെക്യൂർ ആയിട്ട് വെക്കാൻ നോക്കണം. ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കും കൺഗ്രാറ്റുലേഷൻ യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ഇന്റർനെറ്റ് ബാങ്കിങ്. ഇപ്പൊ ഇന്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും യോനോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയാണ്, ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ലോഗിൻ യൂസിങ് ഇന്റർനെറ്റ് ബാങ്കിങ് ID എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇന്റർനെറ്റ് ബാങ്കിങ് ID ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ഇപ്പം ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് യെസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളോട് പറയുന്നുണ്ട് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാൻ. യൂസർ നെയിം നിങ്ങളിപ്പം സെക്യൂർ ആയിട്ട് ലാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ നിങ്ങളുടെ യൂസർ നെയിമും നിങ്ങളുടെ സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡും എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പൊ കുറച്ച് ഇൻസ്ട്രക്ഷൻ വരുന്നതാണ്. ഇവിടെ താഴെ കാണുന്ന ഈ ചെക്ക് ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളോട് പറയുന്നുണ്ട് ഒരു എംപിൻ ക്രിയേറ്റ് ചെയ്യാൻ. ഈ എംപിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് 6 ഡിജിറ്റിന്റെയാണ്. അതായത്
നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന് പുറത്തിറങ്ങിയിട്ട് അകത്ത് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് അനായാസമായിട്ട് ഈ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാതെ തന്നെ ഈ എംപിൻ ഉപയോഗിച്ച് അനായാസമായിട്ട് നിങ്ങൾക്ക് ഈ യോനോയിൽ കയറാനും നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർമ്മയിലുള്ള ഒരു സെക്യൂർ ആയിട്ട് വെക്കേണ്ടതാണ്. എംപിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരു ഓർമ്മയിലുള്ള ഒരു നല്ലൊരു ഡിജിറ്റ്, ഒരു 6 അക്കമുള്ള ഒരു ഡിജിറ്റ് എൻ്റർ ചെയ്ത് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പം സെറ്റ് ന്യൂ എംപിൻ എന്നുള്ളിടത്ത് എൻ്റർ ചെയ്തതിന് ശേഷം അതേ തന്നെ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സക്സസ്ഫുൾ ആയിട്ട് യോനോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ യോനോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ യോനോയുടെ ഫെസിലിറ്റീസും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.